ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ബീർബഹൂട്ടിയാണ് നോക്കുന്നത്. ഇത് പ്രഭാത് എഴുതിയ ഒരു കഹാനിയാണ്. ഇതിൽ ബേല, സാഹിൽ എന്ന് പറയുന്ന 2 സ്കൂൾ കുട്ടികളാണ് കഥാപാത്രങ്ങളായിട്ടുള്ളത്. 5ാം ക്ലാസ്സിലാണ് അവർ പഠിക്കുന്നത്. 2 പേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എല്ലാ കാര്യങ്ങളും അവർ ഒന്നിച്ചു തന്നെയാണ് ചെയ്യുന്നത്. സ്കൂളിൽ പോകുന്നു, വരുന്നു, പഠിക്കുന്നു, കളിക്കുന്നു, എല്ലാം അവർ ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഒരു ദിവസം ബേലയും സാഹിലും സ്കൂളിൽ പോകാൻ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. കാരണം അവർക്ക് പോകുന്ന വഴിയിൽ ബീർബഹൂട്ടികളെ നോക്കണമായിരുന്നു. അതിനു വേണ്ടിയാണ് അവർ വീട്ടിൽ നിന്നും കുറച്ച് നേരത്തെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നത്. അവര് പട്ടണത്തിനോട് ചേർന്നുള്ള ഒരു വയലിൽ ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നു. ബീർബഹൂട്ടികൾ സ്വർഗ, മുലായ, ഗദ്ബദി ബീർബഹൂട്ടിയാം, രക്തവർണ്ണത്തിലുള്ളതും മൃദുലമായതും കോമളമായതുമായ ബീർബഹൂട്ടികൾ. ബീർബഹൂട്ടിയുടെ വിശേഷതയാണത്. ബീർബഹൂട്ടിയുടെ വിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ, ബീർബഹൂട്ടിയോക്ക് വിശേഷത ക്യാ ക്യാ ഹേ എന്ന് ചോദിച്ചാൽ ആൻസർ എഴുതേണ്ടത് സ്വർഗ, മുലായ, ഗദ്ബദി ബീർബഹൂട്ടിയ. ഗദ്ബദി ഗൂൻ की प्यारी प्यारी बूंदे. ഇതും കൂടെ എഴുതാം. ചൽത്തി ഫിർത്തി ഗൂൻ की प्यारी प्यारी बूंदे. ചൽത്തി ഫിർത്തി എന്ന സഞ്ചരിക്കുന്ന രക്തത്തുള്ളികൾ പോലെ, അതായത് ഭൂമിയിലെ സഞ്ചരിക്കുന്ന രക്തത്തുള്ളികൾ പോലെ ആണ് ഈ ബീർബഹൂട്ടികൾ എന്നാണ് ഈ ബീർബഹൂട്ടിന്റെ വിശേഷതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് പുറത്ത് തൂക്കിയിട്ടിട്ടാണ് ആ ബീർബഹൂട്ടികളെ തെരഞ്ഞുകൊണ്ടിരുന്നത്. വേക്ക് ദൂസരേക്ക് ബോത്ത് നസ്ദീക്. ഈ ഭാഗവും കുറച്ച് പ്രധാനമായിട്ടുള്ളതാണ്. അവർ 2 പേരും ഒരാൾ മറ്റൊരാളുടെ അരികിൽ അടുത്ത്, നസ്ദീക് പറഞ്ഞാൽ വളരെ അടുത്തായിട്ടിരിക്കുക. ബൽക്കി കഹ്നാ ചാഹിയെ ബിൽക്കുൽ സഡ്കർ. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, എന്ത് പറയണം? അവര് സഡ്കർ, അതായത് ഒട്ടിച്ചേർന്നിരിക്കുക, വളരെയധികം അടുത്തിരിക്കുക. അത്രയ്ക്ക് അടുത്തിരുന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ബീർബഹൂട്ടികളെ തിരയുന്നത്. അത്രയ്ക്കും അവർക്ക് അല്പം പോലും മാറിയിരിക്കാൻ പോലും മനസ്സനുവദിക്കാത്ത സുഹൃത്തുക്കളായിരുന്നു അവർ. ഉന്നയം ദേഖനെ കെ ലിയെ വേ ബാലിഷ് കി ഗന്ധ് ഭരി. ആ ബീർബഹൂട്ടികളെ കാണാൻ വേണ്ടി, ബീർബഹൂട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അവര് ബാലിഷ്, മഴ പെയ്ത് നനഞ്ഞ ഭൂമിയിൽ ഇരുന്നിട്ട് അവര് ബീർബഹൂട്ടികളെ തെരഞ്ഞു. അതിനുശേഷം അവർ 2 പേരും സംസാരിക്കുന്നതാണ്, ബീർബഹൂട്ടിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ബാക്കി ഭാഗം നോക്കുന്നുള്ളത്. ബേല ദേഖോ ഇസ് ബീർബഹൂട്ടിയാ കാ രംഗ്. നോക്കൂ ബേല, ഈ ബീർബഹൂട്ടിയുടെ നിറം നിന്റെ റിബൺ പോലെ ചുവന്നതാണ് എന്ന് പറയാണ്. ബേലയുടെ റിബൺ, തലയിൽ കെട്ടിയിരിക്കുന്ന റിബണിന്റെ അതേ കളറാണ് ബീർബഹൂട്ടിക്കുള്ളത് എന്ന് സാഹിൽ പറയുന്നു. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ സ്കൂളിൽ നിന്നും ഫസ്റ്റ് ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. നീ എന്തെങ്കിലും കേട്ടോ ബേല എന്ന് സാഹിൽ ബേലയോട് ചോദിക്കുന്നു. ബേല പറയുന്നു, അതെ ഞാൻ കേട്ടു, സ്കൂളിൽ ഫസ്റ്റ് ബെല്ലടിച്ചിരിക്കുന്നു. അപ്പൊ സാഹിൽ പറയുന്നു, പക്ഷേ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കാനുണ്ട്. കടയിൽ നിന്നും എനിക്ക് പേനയിൽ മഷി നിറപ്പിക്കാനുണ്ട് എന്ന് സാഹിൽ പറയുന്നു. അങ്ങനെ 2 പേരും കടയിലേക്ക് പോകുന്നു. 2 പേരും കടയിലെത്തിയിട്ട് ദുക്കാൻദാരനോട് മഷി നിറച്ച് തരാൻ വേണ്ടി പറയുന്നു. 2 പേരും കടയിലെത്തി ദുക്കാൻദാറിനെ മഷി നിറയ്ക്കാൻ വേണ്ടി പറയുന്നു. ആ സമയത്ത് ബേല പറയുന്നു, സാഹിലിന്റെ ബേല और സാഹിലും दोनों पैन में 5 पैसे की नीली स्याही വരിക. ആ സമയങ്ങളില് പേനയിൽ 5 പൈസയ്ക്ക് മഷി നിറച്ച് കിട്ടുമായിരുന്നു. അതായത് 1981 വർഷം പറഞ്ഞിരിക്കുന്നത് 1981. അപ്പൊ ഈ സമയങ്ങളില് പേനയിൽ 5 പൈസയ്ക്ക് മഷി നിറച്ച് കിട്ടുമായിരുന്നു. उन्हें पीछे चलता एक बादल उगाड़े कुम्हार. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और साहिल. उन दोनों पैन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ड्रॉपर से पैन में स्याही भरते थे. ആ സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് പേനയിൽ മഷി നിറച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ബാദൽ കോ ദേക്കർ ഗഡേ കോ നഹീം ടുലാന ചാഹിയേ. കടക്കാരൻ പറയുന്നു, ബാദൽ കോ ദേക്കർ ഗഡേ കോ നഹീം ടുലാന ചാഹിയേ. ദുക്കാൻ വാലെ ഭയ്യാനെ കഹാ ആർ പൂച്ച കോൻ സി മേ പഠത്തെ ഹോ. ഇതിനിടയ്ക്ക് ബേല പറയുന്നു,
പേനയിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. അത് സാഹിൽ തറയിൽ കുടഞ്ഞു കളഞ്ഞു എന്ന് ദുക്കാൻദാറിനോട് പറയുന്നു. ആ സമയത്ത് ദുക്കാൻദാർ ബാദൽക്കോ ദേക്കർ ഗഡേക്കോ നെഹീം ടുലാനാ ചാഹിയെ, മഴക്കാറ് കണ്ട് കുടം കമഴ്ത്തരുത് എന്നാണ് അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത്. അതായത് വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കരുത്. ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം ചിന്തിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ദുക്കാൻദാർ പറഞ്ഞതിന്റെ മീനിങ്. സോച്ച് വിചാർ കെ ബിന കുച്ച് കാം ന കർനാ ചാഹിയെ, ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. ഏക് കാം കർണേ കെ പഹലെ 2 ബാർ സോച്നാ ചാഹിയെ, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് 2 തവണയെങ്കിലും ചിന്തിക്കണം. മനസ്സിലായില്ലേ? അതിനിടയ്ക്ക് ദുക്കാൻ വാലെ ഭയ്യ ചോദിക്കുന്നു, കോൺ സിയമേ പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5വീമേ, സാഹിൽ പറഞ്ഞു 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറയുന്നു. ബേല പറയുന്നു, ഞങ്ങൾ 2 പേരും ഒരേ ക്ലാസ്സിലാണ്, 5ാം ക്ലാസ്സിലാണ്, ഒരേ ഡിവിഷൻ കൂടിയാണ് ഞങ്ങളുടേത്, എ ആണ് എന്ന് ബേല സന്തോഷത്തോടെ പറയുന്നു. അവർ 2 പേരും ക്ലാസ്സിൽ ഒരേ സീറ്റിൽ അടുത്തടുത്താണ് ഇരുന്നത്. ക്ലാസ്സിലും അവർ അരികിൽ തന്നെയാണ് ഇരുന്നത്. കോപ്പി ചാഞ്ച അവർ ഒരാൾ നോട്ടിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഹോംവർക്കോ കാര്യങ്ങളോ നോട്ട് എഴുതുകയാണെങ്കിൽ മറ്റേ ആൾ എന്ത് ചെയ്യും? നോട്ട് തന്നെ എഴുതും. ഒരാൾ ബുക്ക് വായിക്കുന്നുവെങ്കിൽ മറ്റേ ആളും ബുക്ക് വായിക്കും. ബുക്ക് വായിക്കുക മാത്രമല്ല, ഏത് പാഠമാണോ വായിക്കുന്നത്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അത് മാത്രമല്ല ഏതാണോ വായിക്കുന്ന പാഠം ആ പാഠം തന്നെയാണ് 2 പേരും വായിക്കുന്നത്. അതായത് ചമക് ഉടി സൻ 57 വഹ് തൽവാർ പുരാനി തി എന്നത് ഇവരുടെ പാഠബുക്കിലുള്ള ഒരു ചാപ്റ്ററിന്റെ നെയിമാണ്. ചമക് ഉടി സൻ 57 വഹ് തൽവാർ പുരാനി തി. അത് ബേല വായിക്കുന്നു എങ്കിൽ സാഹിലും ആ പാഠം തന്നെ വായിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലിയെ ജാവോ, ബേല ചോദിക്കുകയാണ് ടീച്ചറോട്, ഞാൻ വെള്ളം കുടിക്കാൻ പോവട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ സാഹിലും ചോദിക്കും, ഞാനും പോവട്ടെ എന്ന്. കാരണം 2 പേരും ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങൾക്കും പോകുന്നത് എന്നത് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെയിരിക്കെ ഇവരുടെ ക്ലാസ്സിലേക്ക് ഒരു ദിവസം ഗണിതത്തിന്റെ മാസ്റ്ററായ സുരേന്ദർജി വന്നു. സുരേന്ദർജി മാസ്റ്ററിന്റെ പീരീഡ് ഗേൽഖണ്ഡിക്ക് ശേഷമായിരുന്നു. അതായത് സുരേന്ദർജി മാസ്റ്ററിന്റെ പീരീഡ് എപ്പോഴാണ് വരുന്നത് എന്നൊരു മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്? ഗേൽഖണ്ഡി കെ ബാദ്. ഗണിതത്തിന്റെ മാസ്റ്റർ ആരായിരുന്നു എന്ന് ചോദ്യമുണ്ടെങ്കിൽ സുരേന്ദർജി മാസ്റ്റർ എന്ന് എഴുതാം. बच्चे उनसे कांपते थे और गेलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. കുട്ടികൾ ഈ സുരേന്ദർജി മാസ്റ്ററിനെ വളരെയധികം ഭയപ്പെട്ടിരുന്നു. കാമ്പന എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, അതായത് അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു എന്നാണ് അർത്ഥം. ബച്ചെ ഉൻസെ കാമ്പത്തെ, കുട്ടികൾ അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. ഓർ ഗേൽഖണ്ഡി ബന്ദ് ഹോനെ സെ, അവർക്ക് കളിക്കാനുള്ള സമയം തീരുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ എന്ത് ചെയ്യും? അവരുടേതായിട്ടുള്ള സീറ്റിൽ വന്ന് ഇരിക്കുമായിരുന്നു. സുരേന്ദർജി മാസ്റ്റർ ഇസി പീരീഡ് സുരേന്ദർജി മാസ്റ്റർ ആ പീരീഡിലാണ് അവരുടെ നോട്ട്ബുക്കൊക്കെ പരിശോധിക്കുന്നത്, ഹോംവർക്ക് നോക്കുന്നതൊക്കെ ആ പീരീഡിലാണ്. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ്, സരാസി ഗലത്തി പർ, ചെറിയ ഒരു തെറ്റിനു പോലും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളുകയും നന്നായി അടിക്കുകയും ചെയ്തിരുന്നു. ഇതർ ഉദർ ഫേങ്കന പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളുക. ജാപ്പിട് മാറണ തലങ്ങും വിലങ്ങും അടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ എന്താ പറയാ, നന്നായിട്ട് അടിക്കാം. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്താ താ, അദ്ദേഹം അടിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ മറന്നു പോകുമായിരുന്നു. അത്രയ്ക്ക് ഒരു ദേഷ്യക്കാരനായിരുന്നു, ഗുസ്സാലുവായിരുന്നു ആര്? സുരേന്ദർജി മാസ്റ്റർ. സുരേന്ദർജി മാസ്റ്റർ ക വ്യവഹാർ കൈസാദ എന്ന് ചോദിച്ചാൽ ആൻസർ എഴുതേണ്ടത് സുരേന്ദർജി മാസ്റ്ററിനെ ഏക് ഗുസ്സാലു ആദത്ത് വാല ഹെ, जरासी गलती पर बच्चों को इधर उधर फेंकते थे और झापड़ मारते थे. एक दिन सुरेंद्र जी मार साहब ने बेला के बालों में पंजा फंसाया.
അങ്ങനെയിരിക്കെ ഒരു ദിവസം സുരേന്ദർജി മാസ്റ്റർ ബേലയുടെ തലയിൽ മുടിക്ക് കുത്തിപ്പിടിച്ചു. പർഷാദ് ജിസ് ഗൽത്തി അദ്ദേഹം അവൾ എഴുതിയ മാത്സ് അവൾ ചെയ്തിട്ടുള്ള മാത്സ് എന്തോ ഒരു തെറ്റ് ഉണ്ട് എന്ന് തോന്നിയിട്ടാണ് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചത്. പക്ഷേ അത് വഹ് ഗലത്തി ദീഹിനി അത് തെറ്റായിരുന്നില്ല. അത് മനസ്സിലാക്കിയ അദ്ദേഹം ബേലയെ വിട്ടയച്ചു. ബേല ഭയഭീത് ചെഹരേക്കോ ദേക്കർ സാഹിൽ ബി ബുരി തര ഡർ ഗയ. ബേല വളരെയധികം ഭയപ്പെട്ടു. അവളുടെ ഭയം നിറഞ്ഞ മുഖം കണ്ടിട്ട് സാഹിലും ഭയക്കാൻ തുടങ്ങി. ഉസ്നെ ദേക്കാക്കി സാഹിൽ നോക്കിയപ്പോൾ ബേലയുടെ കാലുകൾ വിറയ്ക്കുകയാണ്. അവന് തോന്നി അവൾ അവിടെ വീണു പോകുമോ എന്ന് തോന്നി. സുരേന്ദർജി മാസ്റ്റർക്ക് എന്നിട്ടും ദേഷ്യം തീർന്നില്ല. അദ്ദേഹം എന്തു ചെയ്തു? അവളുടെ നോട്ട്ബുക്ക് അവൾ ഇരിക്കുന്ന സീറ്റിലേക്ക് എറിഞ്ഞിട്ട് ഹുയെ കഹാ ബൈറ്റ് അപ്നി ജഗഹ് പർ, പോയിരിക്കും നിന്റെ സീറ്റിൽ എന്ന് പറഞ്ഞിട്ട് അവളുടെ ബുക്ക് എടുത്തിട്ട് അവൾ ഇരിക്കുന്ന സീറ്റിലേക്ക് ഫേങ്ക് ദിയ, വലിച്ചെറിഞ്ഞു. ബേലാക്ക മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. മാട്സാബ് ചാഹേ മുജെ പീട്ട് ലേത്തെ, മാസ്റ്റർ ജി എന്നെ അടിച്ചോട്ടെ, പക്ഷേ മഗർ സാഹിൽ കെ സാമനെ നഹി, അത് സാഹിലിന് മുമ്പിൽ വെച്ച് വേണ്ടായിരുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സാഹിലിന് മുമ്പിൽ വെച്ച് അടി കിട്ടിയത് കൊണ്ട്. ക്യോം കി വഹ് ജാൻതി ദി കി സാഹിൽ കെ സാമനെ ബഹുത്ത് അച്ചി ഹും. അവൾ എങ്ങനെയാണ് കരുതിയിരുന്നത്? അവൾ സാഹിലിന് മുമ്പിൽ വളരെ നല്ല കുട്ടിയാണെന്നാണ് അവൾ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് സാഹിലിന് മുമ്പിൽ വെച്ച് അടി കിട്ടിയത്. അവൾക്ക് വളരെയധികം വിഷമം തോന്നിയത്. സാഹിലിനെ കുതുക്ക ശർമ്മത, അവൾക്ക് വളരെയധികം ലജ്ജ തോന്നി. സാഹിലിന്റെ മുമ്പിൽ വെച്ച് അവൾക്ക് അടി കിട്ടിയത് കാരണം ലജ്ജ അനുഭവപ്പെട്ടു. ക്യോങ്കി വഹ് ജാൻതി ദി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ. അവള് കരുതിയിരുന്നത് എന്താണ്? സാഹിലിന് മുമ്പിൽ അവൾ നല്ല കുട്ടിയാണ് എന്നായിരുന്നു. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. അവന്റെ അരികിൽ ചെന്നിരുന്നപ്പോൾ അവൾക്ക് അവന് മുഖത്തേക്ക് നോക്കാൻ പോലും തോന്നിയില്ല. ദീപാവലി ചുട്ടി കഴിഞ്ഞു. ദീപാവലി അവധി കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബേലയും സ്കൂളിലേക്ക് വന്നു. പക്ഷേ ബേലയുടെ തലയിൽ ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നു. ബേല സ്കൂളിലെത്തിയപ്പോൾ അവളുടെ തലയിൽ ഒരു വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. അവൾക്ക് തലയ്ക്ക് എന്തോ പറ്റിയിരിക്കുന്നു, മുറിവ് പറ്റിയിട്ട് കെട്ടിയതാണ്. കോയി ഉസേ ഓയ് ഹോയ് സഫേദ് പട്ടി. ചില കുട്ടികൾ അവളെ സഫേദ് പട്ടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ചില കുട്ടികൾ സുൽത്താന ടാക്കു എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുന്നതാണ് സാഹിൽ കണ്ടത്. ഇത് കണ്ട് സാഹിലിന് വളരെയധികം വിഷമം തോന്നി. സാഹിൽ ചോദിച്ചു ബേലയോട്, വളരെയധികം വിഷമത്തോടെ ചോദിച്ചു, ബേല ഇതെന്താണ് പറ്റിയത്? ബേല മറുപടിയായിട്ട് പറഞ്ഞു, ഞാൻ ടെറസിൽ നിന്നും വീണതാണ്. ബേല ആ മറുപടി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ബഹുത്ത് ദിൻ ഹോ ഗയെ, കുറെ ദിവസമായി. ആജ് ഗേൽഗണ്ടിമേം ഗാന്ധി ചോക്കമേ ലെങ്കടി ടാങ്ക് കേലേങ്കെ. ഇന്ന് നമുക്ക് ഗേൽഗണ്ടിയുടെ സമയത്ത് ഗാന്ധി ചൗക്കിൽ പോയിട്ട് ലെങ്കടി ടാങ്ക് കളിക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, അവര് കളിക്കാൻ എവിടെയാണ് പോകുന്നത്? ഗാന്ധി ചൗക്ക്. ഗാന്ധി ചൗക്കിൽ അവർ എന്ത് കളിയാണ് കളിക്കുന്നത്? ലെങ്കടി ടാങ്ക്. നെഹി ഗേലേങ്കെ തേരെ സിർമേ ഫിർസെ ലഗ് ജായേഗി തോ. വേണ്ട, നമുക്ക് അവിടെ പോയി കളിക്കണ്ട, നിന്റെ തലയ്ക്ക് ഇനിയും എന്തെങ്കിലും പറ്റിയാലോ. ഈ ഭാഗത്ത് നിന്ന് വാർത്താലാപ് കുറെ വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ചോദിക്കുന്നത് തന്നെയാണ് ഈ ഭാഗത്തുനിന്ന് വാർത്താലാപ്. നെഹി ലഗോഗി ബലാനെ സിദ്കി. ഒന്നും സംഭവിക്കില്ല, ബേല നിർബന്ധിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालों में पूरी गेलगंडी लंगड़ी टांगेले. അവര് എന്നത്തെയും പോലെ തന്നെ എല്ലാ കുട്ടികളുടെയും കൂടെ ഗാന്ധി ചൗക്കിൽ പോയിട്ട് ലങ്കടി ടാങ്ക് കളിച്ചു. ഈ കുട്ടികളെല്ലാവരും കൂട്ടത്തോടെ കളിക്കുന്നത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗാന്ധിജിയുടെ പ്രതിമ, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പ്രതിമ ഒന്നുകൂടി പുഞ്ചിരിച്ചതായിട്ട് തോന്നാൻ തുടങ്ങി. ദേവാർക്ക ദിന്ദ സാഹിൽ അപ്പനെ ഗർമേ നീംക്ക് പേടും. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ തന്റെ വീട്ടിലെ വേപ്പ് മരത്തിൽ പിടിച്ച് ആടിക്കളിക്കുകയായിരുന്നു. ജൂംന പറഞ്ഞ ആടുക, ആടിക്കളിക്കുകയായിരുന്നു. അവൻ ഒരു സ്റ്റൂളിന്റെ പുറത്ത് കയറി നിന്നിട്ടായിരുന്നു അങ്ങനെ ആടിക്കളിച്ചിരുന്നത്. പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിലെ കീൽ, ആണി സാഹിലിന്റെ കണങ്കാലിൽ കൊണ്ടു. 1 ഇഞ്ച് നീളത്തിലുള്ള ആഴത്തിലുള്ള മുറിവ് അവനുണ്ടായി. ഏക്ക് ഗഹര ഗട്ട. ഗട്ട എന്ന് പറഞ്ഞാൽ കുഴി എന്നാണ്. കുഴി പോലെ 1 ഇഞ്ച്
കുഴി പോലുള്ളൊരു മുറിവ് അവനുണ്ടായി. ഉസേ സർക്കാരി अस्पताल में पट्टी बंधवाने के लिए ले जाया गया. അവനെ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് മുറിവ് വെച്ച് കെട്ടാൻ വേണ്ടി കൊണ്ടുപോയി. ആ സമയത്ത് അവൻ കണ്ടു 2 ആളുകൾക്ക് മുമ്പിലായിട്ട് ആര് നിൽക്കുന്നു? ബേല നിൽക്കുന്നു. അവൾ അവളുടെ തലയിലെ മുറിവിന്റെ കെട്ട് മാറ്റിക്കെട്ടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. സ്കൂൾ ആത്തെ ജാത്തെ ഹുയി ഓർ കക്ഷാ മേം കൈ ദിനോം തക് ദോ ഐസെ ബच्चे ദിഖായി ദേത്തെ. സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന 2 കുട്ടികൾ, ആളുകൾ ആ 2 കുട്ടികളെ ഒരേ സമയത്ത് ഇങ്ങനെ തന്നെ കാണാൻ തുടങ്ങി. ഒരാളുടെ കാലിൽ കെട്ടുണ്ടായിരുന്നു, ഒരാളുടെ തലയിലും. ഈ കുട്ടികളെ എല്ലാവരും ഒരേ സമയത്ത് മാത്രമാണ് കണ്ടിരുന്നത്. 2 പേരും ഏത് സമയത്തും ഒന്നിച്ച് മാത്രമാണ് കാണാൻ സാധിച്ചിരുന്നത്. അങ്ങനെ 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. അവർ പഠിക്കുന്ന ഫുലേരയിലെ സ്കൂൾ 5ാം ക്ലാസ് വരെയാണ് ഉള്ളത്. ഇനി 2 പേർക്കും 6ാം ക്ലാസ്സിലേക്ക് പഠിക്കണമെങ്കിൽ വേറെ വേറെ സ്കൂളിൽ പഠിക്കണം. സാഹിൽ ചോദിക്കുന്നു, ബേല നീ എവിടെ പഠിക്കും? തും കഹാ പഠോഗെ? സാഹിൽ തും കഹാ പഠോഗെ? ബേലയാണ് ചോദിക്കുന്നത്. ബേലാനെ പൂച്ച. ബേല ചോദിച്ചു, സാഹിൽ അബ് തും കഹാ പഠോഗെ? സാഹിൽ ഇനി നീ എവിടെ പഠിക്കും? ആർ തും കഹാ പഠോഗി ബേല? നീ എവിടെ പഠിക്കും ബേല? സാഹിലിനെ പൂച്ച. സാഹിൽ ചോദിച്ചു. മേരെ പാപ്പ കഹ് രഹേ ദേഖി. അപ്പോ ബേല പറയുന്നു, എന്നെ രാജകീയ കന്യാ പാഠശാലയിൽ പഠിപ്പിക്കണം എന്നാണ് എൻ്റെ അച്ഛൻ പറയുന്നത്. നീ എവിടെയാണ് പഠിക്കുന്നത്? സാഹിൽ പറയുന്നു, ഞാൻ അടുത്ത വർഷം അജ്മീറിലാണ് പഠിക്കുന്നത്. അവിടെയുള്ളൊരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ടി വരും. ദൂരെയുള്ള ഒരു ഹോസ്റ്റലിൽ താമസിച്ച് എനിക്ക് പഠിക്കേണ്ടി വരും എന്ന് സാഹിൽ പറയുന്നു. 2 പേരും വളരെയധികം വിഷമത്തിലാകുന്നു. തോ യാനി തോ അബ് തും ഫുലേര മഹി നഹി രഹോഗെ. അതായത് ഇനി മുതൽ നീ ഫുലേരയിൽ ഉണ്ടായിരിക്കില്ല അല്ലേ? ഇല്ല. നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് നോക്കട്ടെ. അങ്ങനെ അവർ പരസ്പരം റിപ്പോർട്ട് കാർഡ് കൈമാറി നോക്കുന്നു. ആ സമയത്ത് ബേലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. സാഹിൽ ചോദിക്കുന്നു, നിന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറയുന്നത് എന്തുകൊണ്ടാണ് ബേല? എനിക്ക് എങ്ങനെ അറിയാം? ബേല നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. സാഹിലിന്റെ കണ്ണുകളും ബീർബഹൂട്ടിയെ പോലെ ചുവന്ന കളറാവാൻ തുടങ്ങുന്നു. ഉൻമേ ബാരിഷ് കി ബൂന്തേ സാ. മഴത്തുള്ളി പോലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. ബേല അവനെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ കളിയാക്കട്ടെ? രോനി സൂരത്ത് സാഹിൽ. രോനി സൂരത്ത് സാഹിൽ. കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞിട്ട് ബേല അവനെ കളിയാക്കാൻ തുടങ്ങുന്നു. 2 പേരും അങ്ങനെ അവിടെ നിന്നും 2 വഴിക്കായിട്ട് പിരിയുന്നു. ഫുലേര കസ്ബേക്കി ബാദൽ ചായി ഏക് ഗലിമേ. 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ പെൺകുട്ടി, അതായത് ചെമ്പൻ മുടിയുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ മുടി ചുവന്ന റിബൺ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഒരു വഴിയിലേക്ക് പോകുന്നു. മറുവശത്തേക്ക് ആരാണ് പോകുന്നത്? സാഹിൽ എന്ന് പേരായിട്ടുള്ള കുട്ടി 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ. അവന്റെ കാലിലുള്ള മുറിവ് എങ്ങനെയാ? പിണ്ടലിയുമേയും കാലിലുള്ള മുറിവായി 1 ഇഞ്ച് നീളത്തുള്ള മുറിവിന് ബീർബഹുട്ടിക്ക് രംഗ കാസ. ബീർബഹുട്ടിയുടെ നിറം പോലെയുള്ള ആ ചുവന്ന കളറിലുള്ള അടയാളം കണ്ടിരുന്നു അവന്റെ കാലിലായിട്ട്. അങ്ങനെ 2 കുട്ടികളും 2 വഴിക്ക് പിരിഞ്ഞു പോകുന്നു. അതാണ് ഈ കഹാനിയുടെ അവസാനം. അതായത് വളരെയധികം അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള, ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള ബേലയും സാഹിലും. ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഡയറി, പത്ര, അതുപോലെ തന്നെ വാർത്താലാപ്, അങ്ങനെയൊക്കെയാണ്. അതിൽ വാർത്താലാപ് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നിട്ടുള്ള ആ ഭാഗവും, പിന്നെ ബേലയ്ക്ക് മുറിവ് പറ്റിയതും സാഹിലിന് മുറിവ് പറ്റിയതുമായിട്ടുള്ള ഭാഗം. ആ ഭാഗം തന്നെയാണ് ഡയറി ആയിട്ടും ആ ഭാഗത്തു നിന്നും തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത്രയും ഭാഗം, ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ പാഠഭാഗം നന്നായിട്ട് നോക്കുക, വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.